ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് നല്ല ഒരു ചെമ്മീൻ ബിരിയാണി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാണുമ്പോൾ നമുക്ക് വലിയ പണിയാണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് കൈമ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒരു 3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പം കൃത്യമായി എടുത്തിട്ട് നിങ്ങളൊരു അരിപ്പയിലേക്കോ മറ്റോ ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോണ നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പ് ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ദെൻ നമ്മളൊരു മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വല്ലാതെ വഴണ്ട് പോകണ്ട, ഒരു മീഡിയം വഴവ് മതിയാവും. ഇനി അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് കഴിയുമ്പോൾ ഊറ്റി വെക്കണമെന്ന്, ആ അരി നമ്മൾ നല്ലപോലെ വെള്ളം പോയിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വറുത്തെടുക്കണം. ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അതുപോലെ തന്നെ അരി പൊട്ടി പൊട്ടി വരും, അതാണ് അതിൻ്റെ പരുവം. ആ സമയമാകുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 കപ്പിനേക്കാളും കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കി ഉപ്പ് ചേർക്കുക. അരമുറി നാരങ്ങാ നീരും ചേർത്ത് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ബാക്കി വേവിക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. നല്ല കൃത്യമായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നെയ്ച്ചോറെല്ലാം പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ കിട്ടുക. ഇപ്പോൾ കണ്ടോ, നെയ്ച്ചോറൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിത്തെ പരിപാടികളൊക്കെ നോക്കാം. നമ്മളിപ്പം ചെമ്മീൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ആണ്. അത് നന്നാക്കി വന്നപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഒരു 2 പിടി കാണുമായിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട. ഉപ്പൊക്കെ നിങ്ങളെ ആവശ്യത്തിന് ഇടുക കേട്ടോ. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ 1-1.5 ടേബിൾ സ്പൂണൊക്കെ ആവശ്യം വരും. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചേർത്തിട്ട് ബേസിക് മസാലയാണ്, ഇതിൽ ഗരം മസാല മാത്രം ഒരു നുള്ള നമ്മൾ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അവിടെ വയ്ക്കുക. ഇത് കുറേ നേരം മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ വറുത്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടാവുമ്പോൾ ഈ ചെമ്മീനൊക്കെ അതിലിടുക. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ലപോലെ വറുത്തെടുക്കണം. നമ്മൾ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചൊന്ന് പൊരിച്ചെടുത്താൽ നല്ല ഫ്ലേവറും കിട്ടും. അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും കേട്ടോ വറുത്ത ചെമ്മീന്. അപ്പോൾ നമ്മളിതാ ഈ കാണുന്നത് പോലെ നമ്മൾ വറുത്തെടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മൾ നല്ല സെറ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു 3 വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കേണ്ടി വരും. അപ്പം ഒരു വലിയ 3 സവാള നമ്മൾ എടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ബിരിയാണിക്ക് ഓയിലും നെയ്യും ഒക്കെ അത്യാവശ്യം കുറച്ച് വേണം കേട്ടോ, എന്നെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ ഓയിൽ ആവശ്യമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഉള്ളി അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ് വരും. അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല കുഴഞ്ഞ ബിരിയാണി മസാല നമുക്ക് കിട്ടും. ഇനി അത് അവിടെ നിന്ന് ആകുന്ന സമയത്ത് നമുക്കൊരു ചട്ടി വയ്ക്കുക. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുക്കണം. കാഷ്യൂനട്ട് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വറുക്കണം. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം തന്നെ ഇത് കോരി മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇളക്കാതെ ഇരിക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ട്
വറുത്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവും ഈ നെയ്യ്. അപ്പം നമ്മൾ മുന്തിരി ഇടുമ്പോഴത്തേക്കും മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്തോളൂ, പ്രശ്നമില്ല. എന്തായാലും കരിയാതെ നോക്കണം കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം. അതായത് ഞാനൊരു 2 മീഡിയം സൈസ് സവാള ഇവിടെ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. സവാളയിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഒരു 3 നുള്ള് പഞ്ചസാരയും ഇത്രയും ചേർത്തിട്ട് അത്യാവശ്യം നല്ലപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഇത് നന്നായി വറുത്തെടുക്കണം. മിക്സ് ചെയ്തുകൊണ്ട് തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഉള്ളി മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വറുത്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റാനും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി മസാല ഇതാ ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല സെറ്റ് മസാലയായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഇഞ്ചിയും 2 പച്ചമുളകും നമ്മൾ ഒരുമിച്ച് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള മസാല ആണിത്. ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. വേറെ ഫ്ലേവറിന് നമ്മൾ യാതൊന്നും ചേർക്കുന്നില്ല, വേറൊരു മസാലയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ആയിരിക്കും ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പ്രോൺസാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ചെമ്മീൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സമാസമം, അതായത് ഞാൻ ഒരു പിടി വീതം 2 എടുത്തിട്ടുണ്ട്. നല്ലപോലെ വിതറിട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്ച്ചോറ് ഇതുപോലെ തന്നെ പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ പകുതി നെയ്ച്ചോറാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണേ, പകുതി അടുത്ത സെറ്റിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് എടുക്കുക. അപ്പം അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് റൈസ് നമ്മളിതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സെറ്റായിട്ടാണ് നമ്മൾ റൈസ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് റൈസും നമ്മൾ മൊത്തം എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ പരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ മേലെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് സവാള നമ്മൾ പൊരിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ദമ്മിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ദമ്മിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ സാധാരണ ദമ്മിടുന്നൊരു മെത്തേഡല്ല, ഏറ്റവും പെട്ടെന്ന് ദമ്മിട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് ദമ്മിട്ടെടുക്കാവുന്നതാണ്. അരമണിക്കൂർ കഴിയാതെ തുറക്കരുതെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പ്രോൺസ് ബിരിയാണി കേട്ടോ. തയ്യാറാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക, കമൻറ്റ് പറയുക കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണാം.